കാരുണ്യത്തിന്റെ രാഷ്ട്രീയവും പ്രകൃതിയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും വിഷയമാക്കി പി സുരേന്ദ്രന്റെ കഥാലോകം ചർച്ച ചെയ്ത് പൊന്നാനി ഇടശ്ശേരി കലാപാഠശാല ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ വെച്ചാണ് പി സുരേന്ദ്രൻ എഴുത്തും എഴുത്തുകാരനും എന്ന ചർച്ച സംഘടിപ്പിച്ചത്. പ്രകൃതി, മണ്ണ്, വിത്ത്, കാരുണ്യത്തിന്റെ രാഷ്ട്രീയം, രാഷ്ട്രീയത്തിന്റെ കാരുണ്യം ഇവയെല്ലാം തന്റെ നോവലുകളിലും കഥകളിലും ആവർത്തിച്ച് ചർച്ച ചെയ്ത പി സുരേന്ദ്രന്റെ കഥാലോക പരിസരം ചർച്ച ചെയ്താണ് ഇടശ്ശേരി കലാപാഠശാല പരിപാടി നടത്തിയത്. ആധുനികാനന്തര മലയാള കഥയുടെ രാഷ്ട്രീയ അസ്തിത്വം നിർണയിച്ച എഴുത്തുകാരനാണ് പി സുരേന്ദ്രനെന്ന് ചർച്ച അഭിപ്രായപ്പെട്ടു. കുട്ടികൾ വായിക്കേണ്ട അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം കഥകളുടെ പുസ്തകം 64 കഥകളുടെ പേര് 64 കഥകൾ. കഥ എഴുതാൻ പഠിക്കുന്നവർ അത് വായിക്കണം. അവസാന കഥ എങ്ങനെ തന്നെയാണ് അവസാന പുസ്തകം, ഇലകളിൽ കാറ്റ് തൊടുമ്പോൾ. പക്ഷെ അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും എന്തൊക്കെ വലിയ ഈ കഥാകൃത്ത് ഇങ്ങനെ എഴുതിക്കുന്നു തോന്നും. എനിക്ക് വിളിക്കാൻ സിമ്പിളായിട്ട് തോന്നി. പക്ഷെ അതിലെ കുറെ ഈ തെരഞ്ഞു പോകുന്ന പച്ചപ്പ് തെരഞ്ഞു പോകുന്നവർ അവരോട് ഈ കുളം പറയട്ടെ, ഇവിടെ കുളം ഉണ്ടെന്ന് പറയില്ല കേട്ടോ. ആരാണ് പറഞ്ഞത്? ഇവിടെ കുളം ഉണ്ടെന്ന് പറയല്ലേ എന്നാണ്. കാരണം ഈ പഹയന്മാർ വന്ന് നശിപ്പിക്കുന്നതാണ്. മനസ്സിലായ? അപ്പൊ ചുള്ളിക്കാണ്ട് കവിത സംശയങ്ങൾ ഓർമ്മയുണ്ട്. സംശയം അത് പറയണ്ട്, ഒരുവിധം സംശയവും മരങ്ങൾക്കില്ല, പറന്നുപോകാൻ കിളികൾക്കും കുഴപ്പമില്ല, പുല്ലിനും പുഴുവിനും പഴുതാരയ്ക്കും കുതിരയ്ക്കും കഴുതിക്കും കാര്യമറിയാം. നമുക്ക് മാത്രമേ എല്ലാം പഠിച്ചു വേണ്ടൂ, പഠിച്ചതൊക്കെ പിന്നെ പരീക്ഷിക്കേണ്ടു. ചിതയിലും ഒടുങ്ങാത്ത സംശയത്തോടെ ഇഹലോക മഹാശിക്ഷ അനുഭവിക്കേണ്ടു. ഇലകൾ, കോട്ടകൾ, കൊട്ടാരങ്ങൾ, പി സുരേന്ദ്രന്റെ ഭാവന ഭൂമിക എന്ന വിഷയത്തിൽ ഇ.പി. രാജഗോപാലനും പി സുരേന്ദ്രൻ, കഥകൾ, കഥയിലെ കാഴ്ചകൾ എന്ന വിഷയത്തിൽ ഇ. ജയകൃഷ്ണനും പ്രഭാഷണം നടത്തി. ഈ ധൈഷണികത ഉള്ള കഥകളാണ് എം.ടി. വസന്തനായരുടെ കഥകൾ. ആ രീതിയിലുള്ള കഥകളല്ല, ധൈഷണികമായ. എം.ടി. വലിയ ധൈഷണികനാണ്, വലിയ വായനക്കാരനാണ്. പക്ഷെ നമ്മുടെ എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വായനക്കാരനാണ് എം.ടി. പക്ഷെ അദ്ദേഹത്തിന്റെ കഥകളിൽ ധൈഷണികമില്ല. ഏറ്റവും നല്ല ഉദാഹരണം രണ്ടാമൂഴാണ്. രണ്ടാമൂഴത്തിന് വേണ്ടി എം.ടി. വായിച്ച പുസ്തകങ്ങളുടെ എണ്ണം ഞാൻ എൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എം.ടി. ചോദിച്ചിട്ട് ചോദിക്കാറില്ല. അദ്ദേഹം ആ പുസ്തകം സമ്പാദിച്ച വഴികളൊക്കെ വേറൊരു പുസ്തകത്തിന് വിഷയമാണ്. അത്രയും. പക്ഷെ അതാ രണ്ടാമൂഴം വായിച്ചാൽ ഇത്രയൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് എഴുതിയെന്ന് തോന്നുന്നു. ആ പുള്ളിക്കൊരു മാജിക്കാണ്. ഇപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള മഹാഭാരതം മുഴുവൻ കൂടി വായിക്കണം. നമ്മുടെ ഗുരുവിനോട് തർജ്ജമയും മറ്റ് ഇംഗ്ലീഷ് തർജ്ജമയും. പി സുരേന്ദ്രൻ, ഇ.പി. രാജഗോപാൽ, ഇ. ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതെന്താ സംഭവം? രജോപനത് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു, രാജിവെക്കി വിട്ടു. അതൊന്നും സംഭവിച്ചത് നീ ആരാണ് ഞങ്ങളുടെ ദൈവങ്ങളെ മിഠായിയാക്കി വിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് ശൂലം കൊണ്ട് കുത്തുകയാണ്. ആ കുത്തുമ്പോൾ ആ മനുഷ്യന്റെ ചോരെങ്ങനെ ആ മിഠായി തട്ടിലേക്ക് ചിതറി വീഴുകയും ആ ചോരയിൽ ഇങ്ങനെ ദൈവരൂപങ്ങൾ അലിഞ്ഞു എന്നാണ് ദൈവരൂപമുള്ള മിഠായി. അങ്ങനെ ദൈവമൊന്നും ഒക്കെ 90 മിക്കവാറും ഞാൻ എല്ലാ കഥകളും എഴുതിപ്പോയി. കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങൾ ആരെന്നെ പിടിച്ചിട്ടും കാര്യമില്ല, ഞാനില്ലല്ലോ. കെ എം ജയശ്രീ സ്വാഗതവും ടി വി ശൂലപാണി നന്ദിയും പറഞ്ഞു.